ഓഡു വേർഷൻ 16 ഓഡു വേർഷൻ 16 എന്ന് പറഞ്ഞാൽ കുറച്ച് മുമ്പത്തെ വേർഷനാണ്. ഇതിൽ പ്രീ പേയ്മെൻറ്റ്സ് അതല്ലെങ്കിൽ ഡെഫേർഡ് എക്സ്പെൻസസ് എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് വിചാരിക്കുക. വെയർഹൗസസ് ഡെഫേർഡ് എക്സ്പെൻസസ് പറഞ്ഞാൽ ഉദാഹരണത്തിന് ഒരു വെയർഹൗസ് അടക്കമാണ്. ഈ കമ്പനി 1/3/2020 വെയർഹൗസ് റെൻ്റ് അടക്കുകയാണ്. ഓക്കെ, ടോട്ടൽ 51,000 അടക്കുന്നത്. അത് 12 മാസത്തേക്കുള്ളതാണ്. ആ 12 മാസം ശരിക്കും പറഞ്ഞാൽ 31/3/2020 ഡ്യൂ ആവുന്നു. പിന്നെ ഓരോ മന്തിൻ്റെയും 4,2020 വെച്ചിട്ട് 12 മാസത്തേക്ക് ഡ്യൂ ആയിട്ട് 51,000 ആവുന്നതാണ്. നമ്മൾ മുൻകൂട്ടി അടക്കുന്നതാണ്. ഇത് നമ്മൾ മന്ത്ലി ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ എക്സ്പെൻസസ് ചെക്ക് ചെയ്യുന്ന കമ്പനിക്ക് മന്ത്ലി ഓരോ എമൗണ്ട് ആയിട്ട് തന്നെ പേ ചെയ്യണം, പോസ്റ്റ് ചെയ്യണം. അങ്ങനെ ഉണ്ടാവുമ്പോൾ നമ്മൾക്കതൊരു അക്കൗണ്ടൻറ്റിനെ സംബന്ധിച്ച് അതൊരു ടാസ്ക്കാണ്. ഓരോ മന്തിൻ്റെയും ടാസ്ക് പോസ്റ്റ് ചെയ്യുക, ഓർമ്മിച്ച് പോസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എക്സലൊക്കെ കീപ്പ് ചെയ്തിട്ടാണ് ചില കമ്പനികൾ ചില അക്കൗണ്ടന്റുമാർ ഉപയോഗിക്കുന്നത്. പക്ഷേ ഓഡുവിൽ അതിൻ്റെ ആവശ്യമില്ല. ഓഡു ഓട്ടോമേറ്റ് ചെയ്യുന്നുണ്ട്. മറ്റ് പല ERP ചെയ്യും പോലെ ഓഡു ഓട്ടോമേറ്റ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെ ഓട്ടോമേറ്റ് ചെയ്യാൻ നോക്കാം. അതിന് ആദ്യമായിട്ട് വേണ്ടത് ഒന്നൊരു പ്രീപേയ്മെൻറ്റ് ലെഡ്ജർ വേണം. പ്രീപേയ്മെൻറ്റ്സ് എന്ന് പറയുന്ന ടൈപ്പ് സെലക്ട് ചെയ്തിട്ടുള്ള ഒരു ലെഡ്ജർ വേണം. ഓക്കെ, രണ്ടാമത് ഏത് എക്സ്പെൻസിലേക്കാണ് ഇടേണ്ടത്. ഫോർ എക്സാമ്പിൾ വെയർഹൗസ് റെൻ്റ് എന്ന് പറഞ്ഞിട്ട് എക്സ്പെൻസസ് വേണം. നമുക്കത് രണ്ടൊന്ന് നോക്കാം. ഇവിടെ പ്രീപേയ്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ലെഡ്ജർ ഉണ്ട് ഓൾറെഡി. ഓക്കെ, ചാർട്ട് ഓഫ് അക്കൗണ്ട്സിൽ സെറ്റിങ്സിൽ ചാർട്ട് ഓഫ് അക്കൗണ്ട്സിലേക്ക് ഞാൻ പോയിട്ട് നോക്കുന്നു. ഇത് വേർഷൻ 16 ആണ്. പ്രീപേയ്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് പ്രീപേയ്മെൻറ്റ്സ് തന്നെയാണ് ടൈപ്പ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ശ്രദ്ധിക്കുക, ടൈപ്പും പ്രീപേയ്മെൻ്റ് ആണ്. ഓക്കെ, അത് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് വേണ്ടത് ഒരു എക്സ്പെൻസ് അക്കൗണ്ടാണ്. അതിന് തൽക്കാലം ഞാൻ എന്തെങ്കിലും ഒരു നമ്പർ കൊടുത്തിട്ട് ഇനി എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ഓക്കെ, എക്സ്പെൻസ് ആയിട്ട് ഒരു ലെഡ്ജറും കൂടെ ട്രീറ്റ് ചെയ്തു, ശരിയാക്കിയിട്ട് ഇത്രയും ഞാൻ ചെയ്തു. ഇനി നമ്മൾ ഒന്നുമില്ല, നമ്മളതിൻ്റെ ബുക്ക് കിട്ടും. അതായത് നമ്മൾ എന്ത് ചെയ്യുക, കമ്പനിക്ക് ഇതിൻ്റെ ഒരു ആരാണോ ടെനൻറ്റ്, ആ ടെനൻറ്റ് എന്ത് തരും, നമുക്കൊരു ബില്ല് തരും. അപ്പോൾ ആ ബില്ല് നമ്മൾ ബുക്ക് ചെയ്യണം. 1/3/2020 വെയർഹൗസ് റെൻ്റ് എന്ന് പറഞ്ഞിട്ടാണ് 4,350. അപ്പോൾ ഇതെങ്ങനെ ബുക്ക് ചെയ്യാം, എങ്ങനെ ചെയ്യാമെന്നില്ല നമ്മൾ നോക്കുന്നത്. അക്കൗണ്ടിങ്ങിൽ പോവുക, വെണ്ടർ ബില്ലായിട്ടാണ് ബുക്ക് ചെയ്യുക. ഓക്കെ, നമുക്ക് ടെനൻറ്റിൻ്റെ ബില്ല് ഇടുകയാണ്. അപ്പം ടെനൻറ്റ് എന്തെങ്കിലും ആയിക്കോട്ടെ, ടെനൻറ്റ് ഞാൻ ഇവിടെ ഒന്നും നോക്കുന്നില്ല, ഏതൊരു സാധനം സെലക്ട് ചെയ്യുന്നു. ബില്ല് 1/3/2000. ഞാൻ പഴയ ഡേറ്റ് അടിക്കുന്നത്. ഇതിൽ ഓൾറെഡി കുറേ ഡാറ്റ ഉണ്ട്. ഇപ്പോൾ 2020 നമുക്ക് ട്രയൽ ബാലൻസ് കൃത്യമായിട്ട് ആ ഡാറ്റ കിട്ടും. പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് മാത്രമാണ് പഴയ ഡേറ്റ് സെലക്ട് ചെയ്തത്. മാർച്ച് 1 ബുക്ക് ചെയ്തത്. 31/3 ബുക്ക് എൻട്രി ഡേറ്റ് എന്ന് പറഞ്ഞിട്ടാണ് അക്കൗണ്ടിങ് ഡേറ്റ്. ഓക്കെ, ഇനി നമ്മളിവിടെ സെലക്ട് ചെയ്യണം. വെയർഹൗസ് റെൻ്റാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ നമ്മളൊന്നും സെലക്ട് ചെയ്യുന്നില്ല. നമ്മളിവിടെ പ്രീപേയ്മെൻറ്റ്സ് സെലക്ട് ചെയ്തു. പ്രീപേയ്മെൻറ്റ് സെലക്ട് ചെയ്യുന്നു. ഞാനിവിടെ ഡീറ്റെയിൽസിൽ നറേഷൻസ് ലേബലിൽ വെയർഹൗസ് റെൻ്റ് ഫോർ 12 months ഫ്രം നൗ. ഓക്കെ, അങ്ങനെ അത് ജസ്റ്റ് അടിക്കുന്നു. ഓക്കെ, പ്രീപേയ്മെൻറ്റ്സ് വെയർഹൗസ് പ്രീപേയ്മെൻറ്റ്സ് എന്ന് കൊടുക്കുന്നു. ഓക്കെ, 51,000 തന്നെ മതി. എത്രയാണ് നമ്മളെ എമൗണ്ട്? 51,000. ഞാനിവിടെ 12 കൊടുക്കുന്നത്. 51,000 ഒറ്റ വൺ സിംഗിൾ പേയ്മെൻ്റ് ആണ്. ടാക്സ് ഞാൻ ഒഴിവാക്കാനും, ടാക്സ് നമുക്ക് ആവശ്യമില്ല. ഇപ്പോൾ കൺഫേം അടിക്കുന്നു. ഇത് സാധാരണ നമ്മളൊരു ബുക്കിംഗ് ആണ്. അപ്പോൾ ഇതിപ്പം ടെനൻറ്റ് അസൂർ ആണെങ്കിൽ അസൂറിന് കൊടുക്കാനുണ്ട് 51,000 എന്നുള്ള രീതിയിൽ കാണും. ട്രയൽ ബാലൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രീപേയ്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് അസറ്റ് സൈഡും കാണും. ഓക്കെ, വേണമെന്നുണ്ടെങ്കിൽ ട്രയൽ ബാലൻസ് എടുത്ത് നോക്കാം. 2020 ട്രയൽ ബാലൻസ് എടുത്ത് നോക്കാം. 2020 മാർച്ച് 1 മുതൽ 2020 നമുക്കൊരു കൊല്ലത്തെ കൊടുക്കാം. 2021 ഫെബ്രുവരി 28 വരെയാണ് ലാസ്റ്റ് വരുന്നത്, ഒരു ഇയർ വരുന്നത് ഏകദേശം. നമ്മൾക്ക് അങ്ങനെ കൊടുക്കാം. ഓക്കെ, ഇത്രയും കൊടുക്കാം. ഇതിൽ പ്രീപേയ്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് അസറ്റ് സൈഡ് 51,000 ഉണ്ട്. അക്കൗണ്ട്സ് പേബിൾ ആ ടെനൻറ്റ് കൊടുക്കാനുള്ള ഇതുണ്ട്. ഇനി ഇതിനെ ഓട്ടോമേറ്റ് ചെയ്യണം. അതായത് ഇപ്പം നമ്മളിപ്പോൾ ഡേറ്റ് ഓൾറെഡി 2025 ഞാനിത് ചെയ്യുന്നത്. അപ്പം 12 മാസം കഴിഞ്ഞ് വരുന്നുണ്ട്. സ്പ്ലിറ്റായിട്ട് പോസ്റ്റ് ചെയ്യേണ്ടതാണ്. ഇതിപ്പോൾ ഒരു കൊല്ലത്തെടുത്തിട്ട് പോസ്റ്റിംഗ് കാണിക്കുന്നില്ല. അപ്പോൾ അതെങ്ങനെയാണ് ഡെഫേർഡ് എക്സ്പെൻസസ് മാനേജ് ചെയ്യുന്നത് എന്നതിൽ അക്കൗണ്ട്സിൽ ഡെഫേർഡ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ടൊരു മെനു ഉണ്ട്. ന്യൂ എടുക്കുക. നമ്മുടെ ഇവിടെ ഡെഫേർഡ് എക്സ്പെൻസസ് എടുത്തു കഴിഞ്ഞിട്ട് ഈ എക്സ്പെൻസസിന് 12 months ഈക്വൽ പേയ്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു പേര് എടുക്കുന്നു. റിലേറ്റഡ് എക്സ്പെൻസിൽ പോയിട്ട് ആഡ് ന്യൂ ലൈൻ എടുത്തിട്ട് ആ 51,000 ഞാൻ സെലക്ട് ചെയ്യണം. ഓക്കെ, 51,000 ഇവിടെ വന്നു. ഇനി എക്സ്പെൻസസിൻ്റെ ടാബിലേക്ക് തന്നെ പോയിട്ട് ഇത് നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 31/3 അതായത് ഓക്സിജൻ ഡേറ്റ് March 1 ഫോർമാറ്റ് വേറെയാണ്. ഡെഫേർഡ് എക്സ്പെൻസ് മോഡലൊന്നും ഞാൻ സെറ്റ് ചെയ്യുന്നില്ല. മോഡൽ നമുക്ക് ഓൾറെഡി സെറ്റ് ചെയ്ത് ചൂസ് ചെയ്താൽ മതി. ഞാനിവിടെ 12 മാസത്തേക്കാണ് ചൂസ് ചെയ്യുന്നത്. 12 മാസത്തേക്ക് 1-ാമത്തെ മാസം ഡാറ്റ തുടങ്ങുന്ന 1/3/2020
വേറെ ഒന്നും കൊടുക്കുന്നില്ല. പ്രീ പേയ്മെൻറ്റ്സ് ഓൾറെഡി ഉണ്ട്. എക്സ്പെൻസ് എവിടെയാണ്? വെയർ ഹൗസ് റെൻറ്റ് എക്സ്പെൻസസ് എന്നതിലേക്കാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഞാൻ ഇത്രയും ചെയ്തിട്ട് ഞാൻ കമ്പ്യൂട്ടർ എക്സ്പെൻസസ് അടിക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു ടാബ് വരും. എക്സ്പെൻസസ് ബോർഡ് വന്ന് 1/31/3 4250 വെച്ചിട്ട് കണ്ട 12 എണ്ണം 12. ഓക്കെ, ഇനി ഇതൊന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല. ഞാനിത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി പോസ്റ്റ് ആവും. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാം ഡേറ്റ് കഴിഞ്ഞതാണ്, കൺഫേംഡ്. ഇതെല്ലാം പോസ്റ്റ് ആവും. ഇതെല്ലാം പോസ്റ്റായി നമ്പർ ജനറേറ്റ് ആയി. ഈ പോസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്പെൻസസിൽ ഇവിടെ ജേണൽ ചോദിക്കുന്നുണ്ട്. ജേണൽ ഡിപ്രിസിയേഷൻ മിസലേനിയസ് ഓപ്പറേഷൻസ്. നമ്മളത് സെപ്പറേറ്റ് ഇതിനായിട്ട് ഡെഫേർഡ് എക്സ്പെൻസസിനൊക്കെ ആയിട്ട് ഒരു ജേണൽ ടൈപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഓട്ടോമാറ്റഡ് പ്രോസസ്സാണല്ലോ. അതിന് വേറെ ക്രിയേറ്റ് ചെയ്താൽ ഫയലിംഗ് ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പമുണ്ട്. അതായത് മിസലേനിയസ് ഓപ്പറേഷനിൽ നമ്മൾ ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി ഫയൽ ചെയ്യുന്നൊരു ഫയലായിരിക്കും. പക്ഷേ ഇവിടെ ഇപ്പം ഇതിന് ഒരുപാട് എൻട്രീസ് വരും. ഇതിന് ശരിക്കും നമുക്കൊരു ഫയലിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല, ഡോക്യുമെൻ്റ് ഒന്നുമില്ല, ഒരു റെക്കോർഡിക്കൽ ചെയ്യുന്നതേ അതുകൊണ്ട് തന്നെ നമ്മളത് വേറൊരു ലെഡ്ജർ ജേണൽ സെലക്ട് ചെയ്യുന്നതാണ് നല്ലത്. എനിവേ നമ്മളിപ്പം ഇത് എൻട്രി ചെയ്തു. ഇനിയിപ്പോൾ ട്രയൽ ബാലൻസ് ഒന്ന് എടുത്ത് നോക്കാം. ഇപ്പോൾ ട്രയൽ ബാലൻസ് എടുത്ത് നോക്കുമ്പോൾ വെയർ ഹൗസ് റെൻറ്റ് എക്സ്പെൻസസ് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ആ മാസം കുറച്ചൊന്ന് കുറക്കാം. അതായത് ഒരു ഫെബ്രുവരിക്ക് ഒരു കൊല്ലം ഫുള്ളെടുത്തിന് സെപ്റ്റംബർ 20 നോക്കാം. സെപ്റ്റംബർ 30 എടുക്കുന്നു. എങ്ങനെയാകുമ്പോൾ എന്താണ് അവസ്ഥ നോക്കാം. സെപ്റ്റംബർ 30 നമ്മൾ വെയർ ഹൗസ് റെൻറ്റിലേക്ക് 29,750 ആ പീരീഡ് വരെ പോകുള്ളൂ. ബാക്കി 51,000 പ്രീ പേയ്മെൻറ്റ്സിൽ ബാക്കി 21,250 പ്രീ പേയ്മെൻറ്റിൽ കിടക്കും. ബാക്കി 29,250 എക്സ്പെൻസിലേക്ക് മാറിയിട്ടുള്ളൂ. അപ്പോൾ ഈ രീതിയിലാണ് വേർഷൻ 16 പ്രീ പേയ്മെൻറ്റ്സ് ചെയ്യുന്നത്. മോഡൽ ക്രിയേറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. മോഡൽ ക്രിയേറ്റ് ചെയ്താൽ എന്താ ഗുണം തന്നെ ഓരോ ടൈമും നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യേണ്ടതില്ല, ആ മോഡൽ അവിടെ ചൂസ് ചെയ്താൽ മതി. ഓരോ ടൈമിനും നമ്മൾ ലെഡ്ജറൊന്നും ചൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ മെത്തേഡിലും ചെയ്യാൻ പറ്റും. ഒരു 5-8 എൻട്രീസ് ഒക്കെയാണ് വരുന്നുള്ളൂ. വല്ലപ്പോഴും വരുന്നതാണെങ്കിൽ ഇങ്ങനെ ചെയ്താലും മതി. ഓക്കെ, താങ്ക് യു.